ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഇലാൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. സോ നമ്മൾ ഇന്ന് ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ 2024 ജൂൺ ഇയർ ആൻഡ് എക്സാമിനേഷൻ്റെ ഷെഡ്യൂളാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഈ ഒരു ഷെഡ്യൂൾ ഇത്രമാത്രം ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ടോ? നമുക്ക് ടൈം ടേബിൾ കിട്ടിയത് പ്രകാരം എക്സാമിനേഷൻ എഴുതിയാൽ പോരെ എന്നൊക്കെ ചില ഡൗട്ടുകൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഉണ്ടായേക്കാം. സോ ഈ ഒരു ഷെഡ്യൂളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മറ്റ് എക്സാമുകളെ പോലെ നമുക്ക് ഒരു സെം വൈസ് ഓർഡറിലോ അല്ലെങ്കിൽ ഡേറ്റ് വൈസ് ഓർഡറിലോ മാത്രം നമുക്ക് പരിശോധിക്കാൻ വേണ്ടി പറ്റില്ല. എക്സാമിനേഷൻ എന്നും നടക്കുന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവണം. കാരണം ഇതൊരു സെം ഓർഡറിലോ അല്ലെങ്കിൽ ടൈം ഓർഡറിലോ ഒന്നും മെയിൻറ്റെയിൻ കീപ്പ് ചെയ്യാത്ത ഒരു എക്സാമിനേഷനാണ് ഇഗ്നോയെ സംബന്ധിച്ച് പറയാനുള്ളത്. സോ ഓരോ ഷെഡ്യൂളും എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, സോ നമുക്കറിയാം ഫസ്റ്റ് ഇയർ എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി പോകുന്ന ആളുകളെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളൊന്നും അവർ എത്രത്തോളം ബോധേഡായിരിക്കില്ല. മാത്രവുമല്ല, ഈ ഒരു ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ എക്സാമിനേഷൻ എഴുതുന്നവരിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളും അതേപോലെ തന്നെ പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് മാത്രമല്ല ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സോ അവരെ സംബന്ധിച്ച് അവരുടെ ഒരു മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒന്നുകിൽ ആ പ്രൊഫഷണൽ കോഴ്സ് ചെയ്യുക എന്നതായിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജോലിയിൽ ഇൻവോൾവ് ചെയ്യുക എന്നതായിരിക്കും. അതിനിടയിലാണ് അവരൊരു അഡീഷണൽ ഡിഗ്രി കൂടി ചേർന്ന് പഠിക്കാൻ വേണ്ടി തയ്യാറാകുന്നത്. സോ അവിടെ ആ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യത്തിൽ ഈ കോൺസെൻട്രേഷൻ പോകുമ്പോൾ ഈ ഷെഡ്യൂളിൻ്റെ കാര്യത്തിൽ ചില കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കാതിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ ഫസ്റ്റ് ഇയർ എക്സാമിനേഷൻ ഏതൊക്കെ രീതിയിലാണ് നടക്കുന്നത് എന്നതിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. നോക്കൂ, നമ്മുടെ എക്സാമിനേഷൻ അതിൻ്റെ ഒരു ഷെഡ്യൂൾ ഞാനിവിടെ കൊടുത്തേക്കിരിക്കുന്നത് ഡേറ്റ് വൈസ് ഓർഡറിലാണ്. അതൊരു സെം വൈസ് ഓർഡറിലല്ല കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് സെമസ്റ്റർ അല്ലെങ്കിൽ സെക്കൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ്റെ ടൈം ടേബിൾ രണ്ടാമത് ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിനേഷൻ്റെ ടൈം ടേബിൾ ആദ്യം എന്ന രീതിയിലല്ല, ഡേറ്റ് ബൈ ഓർഡറിലാണ് ഞാൻ ഈ ഒരു ഷെഡ്യൂൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. സോ നമ്മുടെ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ മാസം 18-ാം തീയതിയാണ്. ഓക്കെ, നിങ്ങളുടെ സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് അതിന് മുൻപേയും എക്സാമിനേഷൻ ഉണ്ടാവും. ഒരു പക്ഷേ സെക്കൻഡ് ഇയറോ അല്ലെങ്കിൽ ഫൈനൽ ഇയറോ ആയിട്ടുള്ള ആളുകൾ ഫസ്റ്റ് ഇയറിലെ ഈ പേപ്പറുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവാം. സോ അവർ കൂടി ഈ ഒരു കാര്യം ഒന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ നമ്മുടെ ഫസ്റ്റ് ഇയറിന്റെ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 18-ാം തീയതി ആണ്. 18-ാം തീയതി ജൂൺ 18-ാം തീയതിയാണ് ആരംഭിക്കുന്നത്. സോ ആ ഒരു എക്സാമിനേഷന്റെ ബികോമിലെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന പേപ്പറോട് കൂടിയാണ് ബികോം ജനറൽ എക്സാമിനേഷൻ ആരംഭിക്കുന്നത്. അതിന്റെ എക്സാമിനേഷൻ ടൈം ഒന്ന് ഓർത്ത് വെച്ചേക്കണം, ആഫ്റ്റർനൂൺ ആണ് ടൈം വരുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്തതായിട്ട് വരുന്ന ഒരു എക്സാമിനേഷൻ ജൂൺ മാസം തന്നെ 22-ാം തീയതിയാണ്. അത് പക്ഷേ സെക്കൻഡ് സെമസ്റ്ററിലെ പേപ്പർ ആയിട്ടുള്ള ബിസിനസ് ലോ എന്ന് പറയുന്ന പേപ്പർ അഥവാ BCOC 133 എന്ന് പറയുന്ന കോഡിലുള്ള ആ ഒരു പേപ്പറിന്റെ എക്സാമിനേഷൻ ആണ് നടക്കുന്നത്. സെക്കൻഡ് സെം ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ദെൻ ആ ഒരു എക്സാമിനേഷന്റെ സമയം ആഫ്റ്റർനൂൺ തന്നെയാണ്. ഓക്കെ, ആഫ്റ്റർനൂൺ തന്നെയാണ് എക്സാമിനേഷൻ വരുന്നത്. ദെൻ അടുത്തൊരു എക്സാമിനേഷൻ വരുന്നത് ജൂൺ മാസത്തിൽ തന്നെ 24-ാം തീയതിയാണ്. സോ ഈ ഒരു എക്സാമിനേഷൻ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 2 എക്സാമിനേഷന് ഇടയിൽ 4 ദിവസത്തെ ഗ്യാപ്പും മൂന്നാമത്തെ ഒരു എക്സാമിനേഷനിലേക്ക് വരുന്ന സമയത്ത് 2 ദിവസത്തെ ഗ്യാപ്പുമാണ് നമുക്ക് ലഭ്യമാകുന്നത്. സോ ഈ ഒരു തേർഡ് എക്സാമിനേഷൻ 24-ാം തീയതിയിലെ എക്സാമിനേഷൻ സെക്കൻഡ് സെമ്മിലെ പേപ്പർ ആയിട്ടുള്ള ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്ന ആ ഒരു പേപ്പറിന്റെ എക്സാമിനേഷൻ ആണ്. സോ കമ്പാരിറ്റീവ്ലി നമുക്ക് കുറച്ചുകൂടി ഈസിയർ ആയിട്ട് തോന്നുന്ന ഒരു എക്സാമിനേഷൻ ആണ്. സോ ആ സബ്ജക്ട് കോഡ് BEGAE 182 എന്ന് പറയുന്ന എക്സാമിനേഷൻ നടക്കുന്നത് മോർണിംഗിലാണെന്ന സമയം എന്ന കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. ആദ്യത്തെ 2 എക്സാമിനേഷൻ ആഫ്റ്റർനൂൺ ആയിരുന്നു. ഓക്കെ, സോ ഒരുപക്ഷെ മറ്റൊരു രീതി പറയുകയാണെങ്കിൽ ഈ സെമസ്റ്ററിനകത്ത് ആഫ്റ്റർനൂണിൽ മോർണിംഗ് നടക്കുന്ന എക്സാമിനേഷനിൽ ഒന്ന് ഈ പറഞ്ഞിട്ടുള്ള ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ ആ ഒരു പേപ്പറാണ്. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു പ്രാധാന്യം ആ സമയത്താണ് നിങ്ങൾ അവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ ദ നെക്സ്റ്റ് എക്സാമിനേഷൻ നമുക്ക് വരുന്നത് ഏതാണ്ട് ഒരു 10ഓളം ദിവസത്തിന്റെ ഗ്യാപ്പിന് ശേഷമാണ് അടുത്ത എക്സാമിനേഷൻ വരുന്നത്. സോ ആ എക്സാമിനേഷൻ 3-ാം തീയതി, ജൂലൈ മാസം 3-ാം തീയതി ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ആ ഒരു പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള പേപ്പറാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പറാണ്. മാത്രമല്ല കുറച്ച് പ്രോബ്ലം ഓറിയന്റഡ് ആയിട്ടുള്ള പേപ്പർ ആയതുകൊണ്ട് നമുക്ക് അധികം സമയം ആവശ്യമുണ്ട്. ആ സമയം നമുക്ക് ഇവിടെ ലഭ്യമായിട്ടുണ്ട്. 10ഓളം ദിവസം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. കൃത്യമായിട്ട് ആ പേപ്പർ നമുക്ക് ഇരുന്ന് പഠിക്കാനുള്ള സമയം നമുക്ക് അവിടെ ഉണ്ട്. സോ സെമസ്റ്റർ 2-ലെ ആ ഒരു പേപ്പർ ആഫ്റ്റർനൂൺ തന്നെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കാം. ദെൻ അടുത്ത എക്സാമിനേഷൻ നമുക്ക് ജൂലൈ മാസം 6-ാം തീയതിയാണ് വരുന്നത്. എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ കുറച്ചൊരു ഈസിയർ ആയിട്ടുള്ള ഒരു പേപ്പർ 6-ാം തീയതിയാണ്, ജൂലൈ 6-ാം തീയതിയാണ്. ഫസ്റ്റ് സെമസ്റ്ററിലെ പേപ്പർ ആയിട്ടുള്ള എൻവയോൺമെന്റൽ സ്റ്റഡീസിന്റെ എക്സാമിനേഷൻ ആഫ്റ്റർനൂൺ തന്നെയാണ് നടക്കുന്നത്. ദെൻ 8-ാം തീയതി
അധികം ഗ്യാപ്പ് ഇല്ലാതെ നമുക്ക് 2 ദിവസത്തെ ഗ്യാപ്പ് മാത്രം അനുവദിച്ചുകൊണ്ട് 8-ാം തീയതി നമ്മുടെ അടുത്ത പേപ്പർ നടക്കും. അതൊരു ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കോർ പേപ്പറാണ്. നമുക്കറിയാം, പക്ക തിയറി പേപ്പറാണ്. ഒട്ടേറെ കാര്യങ്ങൾ സിലബസ് വൈസ് നമുക്ക് കവർ ചെയ്യാനായിട്ടുണ്ട് ഈ ഒരു പേപ്പറിനകത്ത്. വളരെ ചുരുങ്ങിയ ദിവസം മാത്രമേ നമുക്ക് ഇതിനൊരു ഗ്യാപ്പിൽ ആയിട്ട് ലഭിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് മുൻപേ ലഭിച്ചിട്ടുള്ള ഗ്യാപ്പുകളെല്ലാം തന്നെ ഈ പേപ്പർ കൂടി കവർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ വിനിയോഗിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. സോ പേപ്പറിന്റെ എക്സാമിനേഷൻ നടക്കുന്ന ആഫ്റ്റർനൂൺ ആയിരിക്കും. ദെൻ അവിടുന്ന് ഒരു 2 ദിവസം ഗ്യാപ്പോട് കൂടി 10-ാം തീയതി 10/7/2024 നിങ്ങളുടെ ഇംഗ്ലീഷ് ഇൻ ഡെയിലി ലൈഫ് എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ പേപ്പറിന്റെ എക്സാമിനേഷൻ നടക്കുന്നത്. ഫസ്റ്റ് സെമസ്റ്ററിനകത്തുള്ള ആഫ്റ്റർനൂൺ തന്നെയാണ് ഈ എക്സാമിനേഷനും വരുന്നത്. ദെൻ അവിടെ നിങ്ങൾക്ക് അടുത്തൊരു എക്സാമിനേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓപ്ഷൻ ആയിട്ട് ഒന്നുകിൽ ഹിന്ദിയോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറ്റ് ദ വർക്ക് പ്ലേസ് എന്ന് പറയുന്ന ആ ഒരു പേപ്പറോ, ഓപ്ഷണലായിട്ടുള്ള ആ 2 പേപ്പേഴ്സ് ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ നിങ്ങളെ സംബന്ധിച്ച് എഴുതാനായിട്ട്. സോ 11-ാം തീയതി ഹിന്ദി ബേസ്ഡ് ആയിട്ടുള്ള ആ ഒരു എക്സാമിനേഷൻ, സെക്കൻഡ് സെമസ്റ്ററിൽ ആ എക്സാമിനേഷൻ നടക്കുന്നു. ആഫ്റ്റർനൂൺ ആണ് എക്സാമിനേഷൻ. സോ ആ ഒരു പേപ്പർ എഴുതാത്ത ആളുകളെ സംബന്ധിച്ച് മേ ബി മോസ്റ്റ് ഓഫ് ദം തെരഞ്ഞെടുത്തിട്ടുണ്ടാവുക ഹിന്ദിക്ക് പകരം ഇംഗ്ലീഷ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ BEGLA 136 കോഡിൽ വരുന്ന ആ ഒരു ഇംഗ്ലീഷ് പേപ്പർ, ഇംഗ്ലീഷ് അറ്റ് ദി വർക്ക് പ്ലേസ് എന്ന് പറയുന്ന സെക്കൻഡ് സെമസ്റ്ററിലെ പേപ്പർ നിങ്ങൾക്ക് ആഫ്റ്റർനൂൺ ആണ് എക്സാമിനേഷൻ ഉള്ളത്. എക്സാമിനേഷൻ വരുന്നത് ഓർത്തുവയ്ക്കുക, സെയിം ഡേയിലല്ല, 12-ാം തീയതിയാണ് നിങ്ങളുടെ എക്സാമിനേഷൻ വരുന്നത്. സോ ഇത്രയുമാണ് നമ്മുടെ ഫസ്റ്റ് ഇയർ എക്സാമിനേഷൻ അഥവാ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ്റെ ഷെഡ്യൂളായിട്ട് നിങ്ങൾക്ക് മുന്നിൽ പറയാനുള്ളത്. ഒരു കാര്യം ഓർത്ത് വെക്കേണ്ടത്, ഇതിനകത്ത് ഒരു പരീക്ഷ അഥവാ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്ന പരീക്ഷ മോർണിംഗിലാണ് വരുന്നത്. ബാക്കി എല്ലാ എക്സാമിനേഷനും ആഫ്റ്റർനൂൺ ആയതുകൊണ്ട് അതും ആഫ്റ്റർനൂൺ ആണെന്ന രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി പാടില്ല. അതൊരു പക്ഷേ നിങ്ങൾക്ക് എക്സാമിനേഷൻ എഴുതാനുള്ളൊരു അവസരത്തിനെ ഇല്ലാതാക്കും. സോ നന്നായിട്ട് പഠിക്കുക. ഇതിനകത്ത് കിട്ടിയിട്ടുള്ള സമയങ്ങളൊക്കെയും കൃത്യമായിട്ട് വിനിയോഗിക്കുക. നമുക്കിനി എക്സാമിനേഷനിലേക്ക് ഏതാണ്ട് 1.5 മാസത്തോളം സമയം നമ്മുടെ മുന്നിലുണ്ട്, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് 2 മാസം സമയം നമ്മുടെ മുന്നിലുണ്ട്. ആ ഒരു സമയം കൃത്യമായിട്ട് വിനിയോഗിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മുടെ ഈ എക്സാമിനേഷന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത്തരം സപ്പോർട്ടുകളെല്ലാം തന്നെ നമ്മുടെ ചാനലിൽ വഴികൾ ലഭിക്കുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. ഓൾ ദി ബെസ്റ്റ്.